നമുക്കിന്ന് ഒരു മുട്ട ബജ്ജിക്കുള്ള ബാറ്റർ ഇവിടെ തയ്യാറാക്കുകയാണ്. ബജ്ജി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്, മുട്ട ബജ്ജി എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്ത്യൻ ക്ലാസിക് ഫ്യൂഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബജ്ജി ഉണ്ടാക്കാനുള്ള മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിരിക്കുകയാണ്. ഒരു ബൗളിലേക്ക് നമുക്ക് കടലപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ബജ്ജിക്കുള്ള ബാറ്റർ തയ്യാറാക്കാനായിട്ട്. ഒരല്പം മതിയാവും. 3 മുട്ടയിൽ നമ്മൾ പുഴുങ്ങാൻ എടുത്തിട്ടുള്ളത്. ഒരല്പം മതിയാവും. ഇനി എടുത്തായിട്ട് എരിവിന് വേണ്ടിയിട്ടും കളറിന് വേണ്ടിയിട്ടും ഒരല്പം കാശ്മീരി ചില്ലി പൗഡർ, അല്പം ഉപ്പ്, കായത്തിൻ്റെ പൊടി, ഇത്രയും ചേർത്ത് നമുക്ക് വെള്ളവും കൂടി ഒഴിച്ച് ബാറ്റർ മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്ത് നമുക്കിതിൻ്റെ ബാറ്റർ ഒന്ന് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. വെള്ളം കൂടിപ്പോകരുത്. മുട്ട ഇങ്ങനെ കോട്ടായി നിൽക്കുന്ന പരുവത്തിനാണ് നമ്മൾ ബാറ്റർ തയ്യാറാക്കി എടുക്കേണ്ടത്. വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് മുട്ട ഇതിൽ കോട്ടായി കിട്ടത്തില്ല. അതുപോലെ തന്നെ വെള്ളം കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരുപാട് കട്ടിയായി പോകും. അതുകൊണ്ട് ഏകദേശം ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയും മതിയാവും. ഓയിൽ ഇവിടെ ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി പുഴുങ്ങിയെടുത്ത മുട്ട നമുക്ക് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം. മുട്ടയുടെ ഉണ്ണി ഇളകി പോകാതെ വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ബാറ്റർ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിലേക്ക് നമുക്ക് മുട്ട എടുത്തിട്ട് കൊടുത്ത് ഇതുപോലെ ഫോർക്ക് വെച്ച് തന്നെ മുട്ട മാവിൽ കോട്ട് ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് ഫോർക്ക് വെച്ച് തന്നെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് മുട്ടയുടെ ഉണ്ണി മേളിലോട്ട് വരുന്ന രീതിയിൽ വേണം ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ അത് തിരിച്ചിട്ട് കൊടുക്കാം. അധികം വേഗമൊന്നുമില്ല. നമ്മൾ പുഴുങ്ങിയെടുത്ത മുട്ടയല്ലേ, ഇത്രയേ ഉള്ളൂ. നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബജ്ജി എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു റെസിപ്പിയായിട്ട് ഉടനെ കാണാം. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.